ബെന്നിൻ്റെ അടുത്ത് പോയപ്പോൾ ബെന്നിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും, വീടിൻ്റെ കാര്യങ്ങളും വിനോദ് ചെയ്തതും ഒക്കെ പറഞ്ഞ്. അപ്പോൾ ചിരിച്ചിട്ട് തന്നെ അത് തേന് പോണ സാധനം ഒന്നല്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ സങ്കടം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ വൈഫ് സാറിൻ്റെ പെങ്ങളൊക്കെ അങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് സാധാരണ തന്നെ എല്ലായിടത്തും നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ശരിയാക്കട്ടെ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്ന് പിന്നെ വന്നിട്ട് പിന്നെ ഇവരെ ഫോണ് വിളിച്ചാൽ ഇവർ ഈ ബ്ലോക്കാക്കി വെച്ച് എനിക്കൊരു റിപ്ലൈ തരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് നേരെ കൂട്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ പോണത് എവിടേക്ക്, മലപ്പുറത്ത് കെസ്പിൻ്റെ ഓഫീസിലേക്കും. ഞാൻ എൻ്റെ മോനും സുഹൃത്തും ഉണ്ടായിരുന്നു ഡ്രൈവറായിട്ട്. ഞങ്ങൾ രണ്ടാളാണ്ട് കയറി, മോനും കയറി ഇരുന്ന് സംസാരിച്ച് എല്ലാം അയാൾ കേട്ട് ആയിക്കോട്ടെ ഞാൻ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അന്ന് രാത്രി പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് പിറ്റേ ദിവസമാണ് എന്നോട് അനിഞ്ഞ് മേലിലും വരുമ്പോൾ കൊണ്ടുവരരുതിട്ടാന്ന് പറഞ്ഞാൽ ചെക്കനെ കൊണ്ടുണ്ട്, ആ പയ്യനെ കൊണ്ടുവരണ്ടെന്ന്. ആ പയ്യന് ഭയങ്കര ഫോഡാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ അവൻ നിങ്ങളാരാണ്? അപ്പം ഞങ്ങളൊരു ചെറിയൊരു കുടുംബം, ഞങ്ങളൊരു അയൽവാസിയാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവരണ്ട ഇട്ടാന്ന് പറഞ്ഞ്. അവനെ കൊടുന്നാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞമ്മക്ക് അതാണല്ലോ വലുത്, അവനെ കൊണ്ടുവരൻ്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനെ കൊണ്ടുപോയില്ല. അവനോട് ഞാൻ കാര്യം വിളിച്ച് പറഞ്ഞു ഇവനോട്. അങ്ങനെ പിന്നെ കുറച്ച് ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഒന്നര തോന്നുന്നു, വലിയ തിട്ടല്ല. ആ സമയത്ത് പിന്നെ വിളിച്ച് വാട്സപ്പിൽ എന്നോട് പറഞ്ഞു മോനെ കൊണ്ടുവരാണ്ട് വായോന്ന് അറിഞ്ഞു ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു മോൻ വരാതെ മോനുണ്ട് SP. അപ്പം ഞാൻ പറഞ്ഞു മോനുണ്ടെന്ന് അറിഞ്ഞ്, മോനില്ലാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. എന്നാൽ വായോജി അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മോനിട്ട് പോയി, എൻ്റെ ചെറുതിനിട്ട്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിക്കാനില്ല, നടക്കാനുള്ള. എന്നാലും എനിക്ക് ആദ്യം അറിയാത്തതുകൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്നേരം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പിന്നെ മൂന്നാമത്തെ തവണ വിളിച്ച പറഞ്ഞ് മോനെ കൊണ്ടുവരേണ്ട കാര്യം നടക്കുകയാണ്, മോനെ കൊണ്ടുവരുത്തെന്ന് പറഞ്ഞു. മക്കളെ വഴിയിൽ ഇങ്ങനെ മക്കൾ നമ്മളെ വഴിയിൽ ഈ കൊണ്ടടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കുട്ടി സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് നമ്മളെ കാര്യം തീരുമാനിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കാര്യം തീരുമാനിക്കല്ലേ പോയപ്പോൾ എന്നോട് പറഞ്ഞ് എന്നോട് പറഞ്ഞ് ചെങ്കോട്ടിയിൽ ഇറങ്ങി, ചെങ്കോട്ടിൽ നിന്ന് കോട്ടക്കലേക്ക് ബസ് കയറാൻ പറഞ്ഞ്. ചെങ്കോട്ടിയിൽ ഇറങ്ങിയിട്ട് എടപ്പാളന്ന് ചെങ്കോട്ടിക്ക് ഇറങ്ങാൻ പറഞ്ഞു. ചെങ്കോട്ടിയിൽ ഇറങ്ങിയിട്ട് കോട്ടക്കലേക്ക് സ്റ്റാൻഡിൽ ബസ്സിൽ ഇറങ്ങി. ബസ് കയറിയിട്ട് എന്നോട് അവിടെ ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ എൻ്റെ ഒരാൾ വിളിക്കുട്ടാവെന്ന് അറിഞ്ഞ്. അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ചങ്ങായി ഡ്രൈവർ, ഈ ഓട്ടോറിക്ഷക്കാരന് ഒരു ഡ്രൈവർ വിളിച്ച്. അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളാണോ വിളിച്ചാൽ? ഞാൻ SP പറഞ്ഞിട്ട് വന്ന ആളാന്ന് പറഞ്ഞ്, നിങ്ങൾ കയറിയെന്ന് പറഞ്ഞ്. അങ്ങനെ കയറി എൻ്റെ ഇങ്ങനെ ഓഫീസ് ഈ പാസ്പോർട്ട് ഓഫീസൊക്കെ ഇരിക്കണം ആ ഇടവഴിയിലാണ് നേരെ എൻ്റെ കൊണ്ടുപോയത്. എവിടേക്കാണ് എന്തായാലും ഒരു ടെറസ് ചെറുമാതിരി വീട്, അധികം വലിയ വീടൊന്നുമല്ല, ചെറിയ വീട്ടിൽ പോയപ്പോൾ ആരുമില്ല, ഒറ്റക്കുള്ളു മാത്രം അന്ന്. അപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു. ആ ഭക്ഷണം ഞാൻ മേടിച്ച് വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചോറൊക്കെ രണ്ടാളിരുന്ന് തിന്ന് ഒക്കെ അതിന് ശേഷം പറഞ്ഞു ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ട ഇനി പോട്ടെ, നമ്മളെ കാര്യം സംസാരിക്കല്ലേ, സംസാരിക്കവായോ ഇപ്പല്ലേ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ബലം പ്രയോഗിച്ച് മുപ്പര് അങ്ങോട്ട് എൻ്റെ റൂമിലേക്കാക്കിയിട്ട് ഞങ്ങൾ മുപ്പര കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സങ്കടം വന്നു. ഞാൻ പിന്നെ ഭയങ്കര കുറ്റബോധമുണ്ട് സാറേന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊന്നും കാര്യമാക്കണ്ട, കുറ്റബോധം തോന്നിക്കണ്ട, എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്നാൽ ഞാൻ പോട്ടെ ശരിയെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി ഏൽപ്പിച്ചാൽ വേണ്ട എനിക്ക് വണ്ടി ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞ് അല്ല കാർ ഡ്രൈവർ വരും എന്നെ കൊണ്ടാക്കി തരും ബസ് സ്റ്റോപ്പിലേക്ക്. ഞാൻ വേണ്ട എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഇതേപോലെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ഞാൻ വഴി കൈയാട്ടി നിർത്തിയപ്പോൾ എൻ്റെ വിളിച്ച് കൊടുക്കുക താത്താന്ന് വെച്ചപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പൊന്നാനി കിട്ടൂല തിരൂർക്കുള്ള സ്റ്റാൻഡിലേക്ക് കയറ്റിത്തരാമെന്ന് പറഞ്ഞു. അവൻ എവിടെയായാലും വേണ്ടിയില്ല തിരൂർ ബസ്സിൽ എനിക്ക് ബസ് സ്റ്റോപ്പിലാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ ബസ് കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ വന്നപ്പോൾ കുറേ നിർത്തി. ഞാൻ ടെൻഷനായിട്ട് ഒറ്റക്കാർ ആരോടും പറയാനും ഇല്ല,
ഞാൻ ഇവളോടും പറഞ്ഞില്ല, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഈ ഇതിൻ്റെ DSPൻ്റെ തന്നെ അറിഞ്ഞിക്കണം. ഇതും കൂടി അറിഞ്ഞാൽ നമ്മളെ എന്താ വിചാരിക്കും. ഞാൻ ഓളോടും മിണ്ടിയില്ല ഈ കഥ. പക്ഷേ ഇവനോട് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ആരുടെ കാര്യങ്ങളൊക്കെ.